പിന്നീട് അവർ മര്യാദയ്ക്ക് ജീവിച്ചു. പിന്നെ മര്യാദയ്ക്ക് ജീവിച്ചു. ഹറാമും ഹലാലും ഏതെന്ന് അവർ ഡിവൈഡ് ചെയ്തു മനസ്സിലാക്കി. നേരായ വഴിയിൽ അവർ ജീവിച്ചു ഉൾക്കൊണ്ടു. പണ്ഡിതന്മാരുടെ വാക്കുകൾ കേട്ടു മനസ്സിലാക്കി ജീവിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാതെ എങ്ങനെ മനസ്സിലാക്കാം? നമ്മളെങ്ങനെ മനസ്സിലാക്കി? നമ്മൾ ഉസ്താദ്മാർ പഠിപ്പിച്ച സദസ്സുമായി ബന്ധപ്പെടും. നമ്മൾ ഉസ്താദ്മാർ പറഞ്ഞുതരും, നമ്മളങ്ങനെ കൊടുക്കും. അങ്ങനെ എല്ലാവരും ഓരോരുത്തർ ഉസ്താദ്മാര് മുഖേന അല്ലാതെ ഹിദായത്തില്ല. അതിങ്ങനെയാണ് ശൃംഖല. ഗുരുമുഖത്തിൽ നിന്നല്ലാതെ ഹിദായത്തിന്റെ പഠനമില്ല. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ നിന്നൊരു ഗുരുമുഖത്തിൽ നിന്നാണ് ഇത് പഠിച്ചെടുത്തത്. ഹിറാ ഗുഹയിൽ ജബലുന്നൂർ 2500 ഫീറ്റ് ഉയരത്തിൽ ജബലുന്നൂറിൽ ഹിറാ ഗുഹ എന്നൊരു മലയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ ലൈറ്റ് വന്ന ഗുഹ. ആ ഗുഹയിൽ നിന്ന് ഒരു ഉസ്താദിൽ നിന്ന് നേരിട്ട് പഠിച്ചു. അതാണ് മുഖറബായ മലക്ക് ജിബ്രീൽ. ആ ഗുരുമുഖത്തിൽ നിന്നാണ് വിശുദ്ധ ഖുർആൻ വന്നത്. അങ്ങനെയാണ് ഇസ്തിഖാമത്തിലായതവർ. അതെ, അങ്ങനെ ഇസ്തിഖാമത്തിലായവർ അങ്ങനെ നേരായ വഴി കണ്ടുപിടിച്ചു. നേരായ വഴിയിൽ അവർ ഉണർന്നു നിന്നു. നേരായ വഴിയിൽ അവർ സഞ്ചരിച്ചു. സത്യത്തിന്റെ വഴിയിൽ ഉറച്ചു. ആദ്യം ഈമാൻ ഉറപ്പിച്ചു, പിന്നെ സത്യവഴിയിൽ ഉറച്ചു നിന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊക്കെ മനസ്സിലാണ്ടോ പറയുന്നത്? ആദ്യം ഈമാൻ ഉറപ്പിച്ചു, പിന്നെന്തായി? നല്ല വഴിയിൽ അങ്ങനെ ഉറച്ചു നിന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ഉറച്ചു നിന്നു എന്ന് പറഞ്ഞാൽ പിന്നെ വ്യതിയാനം ഉണ്ടാവാൻ പാടില്ല. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് ആ നേരായ വഴിയിൽ ചലിച്ചു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരാൾ കുറച്ച് ഞാൻ പറയാം, അങ്ങനത്തെ ഒരു മനുഷ്യന്മാർ, അങ്ങനത്തെ മുഅ്മിനുകൾ, മുഅ്മിനാത്തുകൾ അവർ മരിക്കാൻ നേരത്ത് ഖുർആൻ പറയുന്നു, തതനസ്സലു അലൈഹിമുൽ മലായിക, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങിക്കൊണ്ടിരിക്കും. ഏത് മലക്കുകൾ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ അവരിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും മരിക്കും നേരത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ പറയാൻ ഒരു മടിയുണ്ടല്ലോ നിങ്ങൾക്ക്. എന്താ ഈമാൻ കിട്ടി മരിക്കുന്ന ഉറപ്പുണ്ടോ? എനിക്കില്ല, അതുകൊണ്ടാണ് ഇത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ പറയും. നിങ്ങൾക്ക് എന്തോ ഒരു ഉറപ്പ് പോലെ ഉണ്ടല്ലെങ്കിൽ മുഅ്മിനായിട്ട് തന്നെ മരിച്ചുള്ളൂ. ഉറപ്പില്ല സഹോദര, ഉറപ്പില്ല. അല്ലാഹു ഉറപ്പിച്ചു തരട്ടെ. അതാണ് ഈ ആയത്തിന്റെ അർത്ഥം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ ആയത്തുകൾ കേട്ട് പഠിക്കണം. ഇത് ഭയങ്കരമായ ഈ ആയത്ത് സ്ഥിരമായി ഓതുന്ന ആളെ മുഅ്മിനായിട്ട് മരിക്കുള്ളൂ എന്ന് കിതാബിൽ കാണാം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണെന്ന് വിശ്വസിച്ച് സമ്മതിച്ചു. സുമ്മസ്തഖാമു, പിന്നെ നേരെ ചൊവ്വേ അവർ ജീവിച്ചു. തതനസ്സലു അലൈഹിമുൽ മലായിക, അവർ മരിക്കാൻ നേരത്ത് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അവരുടെ അടുക്കൽ ഇറങ്ങി വരുമത്രേ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ഇറങ്ങി വരുമത്രേ. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ ആരാണ്? അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന മാലാഖമാർ. അദാബിന്റെ മലക്കുകളല്ല, സബാനിയാക്കളല്ലോ. അല്ലാഹുവിന്റെ സുവിശേഷകരായ മലക്കുകൾ വരുമത്രേ. എടോ, സുന്ദരമായി മരിച്ചോ, പേടിക്കണ്ടോ. എന്തിനു പേടിക്കണം? നിസ്കാരം നിനക്ക് മിസ്സില്ല, നോമ്പ് നിനക്ക് മിസ്സില്ല, അതുപോലെ ദാനധർമ്മങ്ങളിൽ നീ മുന്നിലാണ്. ഇൽമിനെ നീ ബഹുമാനിച്ചിട്ടുണ്ട്, ആലിമീങ്ങളെ നീ ആദരിച്ചിട്ടുണ്ട്, ഇൽമിന് ആകാവുന്നത് ചെയ്തു കൊടുത്തിട്ടുണ്ട്, പള്ളി മദ്രസകൾക്ക് വേണ്ട ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്, പാവങ്ങളെ റിലീഫ് ചെയ്തിട്ടുണ്ട്, കണ്ണീരൊപ്പിയിട്ടുണ്ട്, നല്ല ഹൃദയം കൊണ്ട് സമീപിച്ചിട്ടുണ്ട്, നല്ല പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നീ എന്തിനു പേടിക്കണം? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതൊരു സുവിശേഷ വാചകമാണ്. ഈ സുവിശേഷ വാചകം കിട്ടുന്നവർ ഇബാദു സ്വാലിഹീങ്ങളാണ്.
അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാഷാ അല്ലാഹ്, ഞാനിത് പറയുന്നു, എൻ്റെ തലയിൽ തൊപ്പിയുണ്ട്, എൻ്റെ തോളിൽ മുണ്ടുണ്ട്, പക്ഷേ എനിക്ക് ഉറപ്പില്ല ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ ചൊല്ലി മരിക്കുമോ. അല്ലാഹുവേ, നീ ഇസ്തിഖാമത്തിലായി മരിപ്പിക്കണേ തമ്പുരാനെ, ഞങ്ങളെല്ലാവരെയും ഈമാനിലായി മരിപ്പിക്കണേ റബ്ബേ. അഭിവന്ദനായ എൻ്റെ ഗുരു നമ്മുടെ ശൈഖായ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സല്ലഹുൽ അസീസ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാണ് അവസാനത്തെ ശ്വാസം വിട്ടതെങ്കിൽ അഭിവന്ദനായിരിക്കുന്ന തിപ്പറ്റു ഉസ്താദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ് അവസാനത്തെ പൾസ് മുട്ടിയതെങ്കിൽ അഭിവന്ദനായ എൻ്റെ ഉസ്താദിന്റെ ഉസ്താദായ KT മാനു മുസ്ലിയാർ 3 പ്രാവശ്യം കലിമത്തു തൗഹീദ് ഉറക്കനെ ചൊല്ലിയാണ് വഫാത്തായതെങ്കിൽ അഭിവന്ദനായ അർമിയ ഉസ്താദ് സുന്നത്തും കൂടെ നിസ്കരിച്ച് ഒരുങ്ങി മരിച്ചതെങ്കിൽ അഭിവന്ദനായ CH ഹൈദ്രോസ് മുസ്ലിയാർ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ കഴിഞ്ഞുപോയ നേതാക്കന്മാർ എല്ലാവരും അങ്ങനെയാണ് വഫാത്തായതെങ്കിൽ എനിക്ക് എന്തർഹതയാണ് പറയാൻ. അല്ലാഹുവേ, അല്ലാഹുവേ, അവരൊക്കെ ഫോളോ ചെയ്യാൻ, അവരൊക്കെ കാണിച്ചെന്ന മാർഗത്തിൽ അവരെ പൊരുത്തത്തോടുകൂടെ ജീവിച്ചുകൊണ്ട് അവസാനത്തെ പൾസ് മുട്ടുമ്പോൾ ഞാൻ ചോദിക്കുന്നു റബ്ബേ, ഈ സദസ്സിന് വേണ്ടി ചോദിക്കുന്നു, ഞങ്ങളുടെ അവസാനവും ലാ ഇലാഹ ഇല്ലല്ലാഹിലാക്കണേ തമ്പുരാനെ, ലാ ഇലാഹ ഇല്ലല്ലാഹിലാക്കണേ തമ്പുരാനെ. ഖായിദുൽ ഖൗസ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങൾ കേരളത്തിൽ നിന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ തിരിച്ചു വരില്ലട്ടോ എന്ന് ഉറപ്പോടുകൂടെ പറഞ്ഞ് ഹജ്ജിന് പോയി അവിടെ വെച്ച് മരിക്കാൻ എന്തുറപ്പാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഉറപ്പ് കിട്ടുന്നത് വരെ റബ്ബിനെ ഇബാദത്തുമായി ഹൃദയത്തെ തളച്ചിടണമെന്ന് ഖുർആൻ പറഞ്ഞതിന്റെ പ്രതീകമല്ലേ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങൾ. അല്ലാഹുവേ, ഈ പറയപ്പെട്ട എല്ലാവരുടെയും മഹത്വം കൊണ്ട് ഞങ്ങളുടെ ഈമാൻ നീ ശക്തിപ്പെടുത്തി തരണേ തമ്പുരാനെ. എല്ലാ ബലാ മുസീബത്തുകളിൽ നിന്നും പിശാചുകളുടെ ശർറുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ റബ്ബേ. മരണസമയത്ത് പ്രത്യേകിച്ചും കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അതുകൊണ്ടാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. ഈ ആയത്തിന്റെ മിസ്താഖാൻ നമുക്ക് സാധിക്കണം. ഈ ആയത്തിന്റെ മറ്റൊന്നാവാൻ നമുക്ക് കഴിയണം. എങ്ങനെ കഴിയും? ഇസ്തിഖാമത്തിൽ നിൽക്കണം. ഇസ്തിഖാമത്തിൽ ഉറച്ച് അല്ലാഹുവിന്റെ തൗഹീദിൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ, പൂർവികന്മാരുടെ വഴിയിൽ ഉറച്ചു നിൽക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ ജീവിച്ചവർ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ അവരെ മുമ്പിൽ ഇറങ്ങി വരും. എപ്പിറങ്ങി വരും? റൂഹ് ഇങ്ങനെ പിടിക്കുന്നതിന്റെ തൊട്ട് മുമ്പാണത്. മുഖറബായ മലക്ക് അസ്റായീൽ. അസ്റായീൽ വരുന്നതിന്റെ മുമ്പാണത്. അസ്റായീൽ എത്തിയിട്ടില്ല. കേൾക്കുന്നുണ്ടോ? അസ്റായീൽ അപ്പൊ വരൂല. അസ്റായീൽ വരുന്നതിന്റെ മുമ്പ് തുടങ്ങും ഇയാളോട് സുവിശേഷം കൊടുക്കൽ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്റായീൽ വരുന്നതിന് മുമ്പ് പറയും, പ്ലീസ് പ്രിപ്പയർ ദാറ്റ്. ഒരുങ്ങിക്കോ, അതിനു വേണ്ടി ഒരുങ്ങുക. അതാ വരുന്നു, ഇപ്പം വരും. പേടിക്കണ്ടോ? അയാൾ വരുമ്പോ ചില പേടിയൊക്കെ ഉണ്ടാവും. കാരണം നിങ്ങൾ ഇത്രയും കാലം കേട്ടുപഠിച്ചതും നിങ്ങൾ മനസ്സിലാക്കിയതും അസ്റായീലിന്റെ രൂപമുണ്ട്. ആ രൂപം നിങ്ങൾ കിതാബിൽ നിന്ന് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ പ്രഭാഷണത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് അസ്റായീലിനെ പേടിക്കണ്ടോ? ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് റഹ്മത്തിന്റെ മാലാഖമാർ ഈ കലിമ ഉറച്ചവരോട് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ കലിമത്തു തയ്യിബ ഉറപ്പിച്ചവരോട് പറയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ പിന്നെ അസ്റായീൽ എങ്ങനെ വന്നാലും നമുക്ക് പേടില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എന്തുകൊണ്ട് ഒരു ഹദീസിൽ കാണാം 7000 മലക്കുകൾ, 70,000 മലക്കുകൾ